കൊല്ലം കോർപ്പറേഷനിൽ 25 വർഷത്തെ LDF ഭരണത്തിന് വിരാമമിട്ട UDF അധികാരം പിടിച്ചെടുത്തതിന് പിന്നാലെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പുതിയ നീക്കങ്ങളാണ് നടക്കുന്നത്. UDFിന്റെ മേയർ സ്ഥാനാർത്ഥി AK ഹഫീസിന് SDPI പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചതാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്. SDPI സംസ്ഥാന ജില്ലാ നേതാക്കൾ നേരിട്ടെത്തിയാണ് ഹഫീസിന് പിന്തുണ അറിയിച്ചത്. UDFിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചെന്ന് അവകാശപ്പെടുന്ന SDPI പുതിയ ഭരണസമിതിയുടെ സുഗമമായ പ്രവർത്തനത്തിന് തങ്ങളുടെ പിന്തുണ ആവശ്യമാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്നലെ മേയർ സ്ഥാനാർത്ഥി AK ഹഫീസിന്റെ വസതിയിലെത്തിയായിരുന്നു നേതാക്കളുടെ കൂടിക്കാഴ്ച. ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നതോടെ കൊല്ലത്തെ രാഷ്ട്രീയ ചിത്രം കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ SDPI സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നേരിട്ട് തന്നെ രംഗത്തെത്തുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഇന്ന് വൈകിട്ട് AK ഹഫീസിന് നൽകുന്ന പൗര സ്വീകരണ ചടങ്ങിൽ അഷ്റഫ് മൗലവി പങ്കെടുക്കും. സംസ്ഥാനത്തെ ഒരു പ്രമുഖ കോർപ്പറേഷനിൽ മേയർ സ്ഥാനാർത്ഥിക്ക് SDPI സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ടെത്തി പിന്തുണ നൽകുന്നത് രാഷ്ട്രീയമായി വലിയൊരു വിളംബരമായാണ് വിലയിരുത്തപ്പെടുന്നത്. കൊല്ലം കോർപ്പറേഷനിലെ 56 വാർഡുകളിൽ ഒരിടത്ത് SDPI വിജയിച്ചിട്ടുണ്ട്. ചാത്തിനാംകുളം വാർഡിൽ നിന്നാണ് SDPI പ്രതിനിധി വിജയിച്ചത്. ഇത് തുടർച്ചയായ 3ാം തവണയാണ് ചാത്തിനാംകുളം വാർഡിൽ SDPIയുടെ ആധിപത്യം തുടരുന്നത്. കേവലം ഒരു സീറ്റാണെങ്കിലും ഭരണഘടനാപരമായ ഭൂരിപക്ഷം ഉറപ്പാക്കുന്നതിലും രാഷ്ട്രീയമായ പിന്തുണ നൽകുന്നതിലും SDPIയുടെ ഈ നീക്കം UDFിന് കരുത്തേകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. കൊല്ലം കോർപ്പറേഷന്റെ ചരിത്രത്തിൽ 2000-ൽ രൂപീകൃതമായതു മുതൽ LDF ആണ് ഭരണം കൈയാളിയിരുന്നത്. എന്നാൽ ഇത്തവണ വീശിയടിച്ച ഭരണവിരുദ്ധ തരംഗത്തിൽ LDFിന് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. UDF 27 സീറ്റുകൾ നേടിയപ്പോൾ ഭരണകക്ഷിയായിരുന്ന LDF വെറും 16 സീറ്റുകളിലേക്ക് ഒതുങ്ങി. BJP തങ്ങളുടെ നില മെച്ചപ്പെടുത്തി 12 സീറ്റുകൾ സ്വന്തമാക്കി. SDPIക്ക് ഒരു സീറ്റും ലഭിച്ചു. തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ AK ഹഫീസിന്റെ പേര് മേയർ പദവിയിലേക്ക് UDF ഉയർത്തിക്കാട്ടിയിരുന്നു. മുൻ പ്രതിപക്ഷ നേതാവും INTUC ജില്ലാ പ്രസിഡന്റുമായ ഹഫീസിന്റെ ജനകീയ പ്രതിച്ഛായ വിജയത്തിൽ വലിയ ഘടകമായി. LDFിന്റെ മുൻ മേയർമാരായ ഹണി ബെഞ്ചമിനും V രാജേന്ദ്ര ബാബുവും പരാജയപ്പെട്ടത് ഇടത് ക്യാമ്പിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. കഴിഞ്ഞ 25 വർഷത്തെ LDF ഭരണത്തിനെതിരെ UDF ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളും വികസന മുരടിപ്പും ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയെന്നാണ് ഫലം സൂചിപ്പിക്കുന്നത്. കൊല്ലം MP NK പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന കുറ്റവിചാരണ യാത്ര ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. നഗരത്തിലെ മാലിന്യ പ്രശ്നങ്ങളും ടൗൺ ഹാൾ നവീകരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും തിരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയങ്ങളായിരുന്നു. BJPയുടെ ശക്തമായ സാന്നിധ്യവും ഇത്തവണ LDFിന്റെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കി. പല വാർഡുകളിലും LDF 3ാം സ്ഥാനത്തേക്ക് പോയത് ഇടത് നേതൃത്വത്തെ പുനർചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നു. ഇതിനിടയിലാണ് UDFിനെ പിന്തുണച്ച SDPI രംഗത്തെത്തിയിരിക്കുന്നത്. SDPIയുടെ പിന്തുണ സ്വീകരിക്കുന്നത് സംബന്ധിച്ച് UDFിനുള്ളിലും കോൺഗ്രസിനുള്ളിലും സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത്. BJPയും LDFിനെയും അകറ്റി നിർത്താൻ എല്ലാ മതേതര ജനാധിപത്യ ശക്തികളുടെയും പിന്തുണ ആവശ്യമാണെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ SDPI പോലുള്ള പാർട്ടികളുമായുള്ള പരസ്യബന്ധം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യുമെന്ന് മറ്റൊരു വിഭാഗം ഭയപ്പെടുന്നു. എന്നാൽ നഗരത്തിന്റെ വികസനത്തിനായി ആര് പിന്തുണ നൽകിയാലും അത് സ്വീകരിക്കുമെന്നാണ് AK ഹഫീസിനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. കൊല്ലത്തിന്റെ ചരിത്രപരമായ മാറ്റത്തിൽ SDPIയുടെ ഈ പിന്തുണ പുതിയൊരു രാഷ്ട്രീയ അധ്യായത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഭരണഘടനാശ്രിതമായ മേയർ തിരഞ്ഞെടുപ്പിൽ ഹഫീസിന്റെ വിജയം ഉറപ്പാണെങ്കിലും SDPIയുടെ ഈ പിന്തുണ LDFിനും BJPക്കും UDFിനെതിരായ രാഷ്ട്രീയ ആയുധമായി മാറാൻ സാധ്യതയുണ്ട്.